ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ലൂപ്ഡ് റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഫസ്റ്റ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക. ശേഷം വേറൊരു കളർ നൂല് ഉപയോഗിച്ച് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ നിന്ന് എടുത്തതിന് ശേഷം സെക്കൻഡ് സ്റ്റിച്ചിൽ കൂടി താഴ്വശത്തേക്ക് നൂല് കൊണ്ടുവരിക. ശേഷം ഫസ്റ്റ് സ്റ്റിച്ചിൽ കൂടി മുകളിലേക്ക് നൂല് കൊണ്ടുവരണം. ശേഷം തേർഡ് സ്റ്റിച്ചിൽ കൂടി താഴേക്ക് നൂല് കൊണ്ടുവന്നതിന് ശേഷം സെക്കൻഡ് സ്റ്റിച്ചിൽ കൂടി നൂല് മുകളിലോട്ട് കൊണ്ടുപോകണം. നമ്മൾ നൂലെടുക്കുമ്പോൾ മുകളിലോട്ട് നൂലെടുക്കുമ്പോൾ സൂചിയുടെ അടിയിലായിരിക്കണം നൂല് കിടക്കേണ്ടുന്നത് എപ്പോഴും. ഇനി അടുത്ത സ്റ്റിച്ചിൽ നൂല് താഴേക്കാണ് കൊണ്ടുവരേണ്ടുന്നത്. റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഇഴയുടെ അടിയിൽ കൂടിയാണ് എപ്പോഴും എടുക്കേണ്ടുന്നത്. താഴേക്ക് കൊണ്ടുവരുമ്പോൾ തുണിയിൽ നമ്മൾ സൂചി കുത്തുന്നതേ ഇല്ല, സ്റ്റിച്ചിൻ്റെ ഇഴകൾ കൂടി മാത്രമാണ് എടുത്തു പോകുന്നത്. നെക്സ്റ്റ് സ്റ്റിച്ച് വരുമ്പോൾ താഴേക്കാണ് സൂചി കൊണ്ടുവരേണ്ടുന്നത്. ഇനി മുകളിലോട്ട് വീണ്ടും താഴേക്ക് കൊണ്ടുവരണം. ശേഷം കഴിഞ്ഞ സ്റ്റിച്ചിൽ കൂടിയാണ് മുകളിലേക്ക് നൂലെടുക്കേണ്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ലൂപ്ഡ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ലാസ്റ്റ് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഇഴകൾ കൂടി വീണ്ടും താഴേക്ക് കൊണ്ടുവന്നതിന് ശേഷം കഴിഞ്ഞ സ്റ്റിച്ചിൻ്റെ അതിൽ കൂടി നൂല് മുകളിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നൂല് സൂചിയുടെ അടിയിൽ തന്നെ ആയിരിക്കണം. ശേഷം ലാസ്റ്റ് സ്റ്റിച്ചിൻ്റെ ആ എൻഡ് വശത്ത് കൊണ്ടുവന്ന് നൂല് താഴേക്ക് കൊണ്ടുവന്ന് കെട്ടിടണം. അപ്പോൾ ഇതുപയോഗിച്ച് ഞാനൊരു ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ലൂപ്ഡ് റണ്ണിങ് സ്റ്റിച്ച് ഉപയോഗിച്ച് ഫസ്റ്റ് ഞാൻ യെല്ലോ നൂല് വെച്ചാണ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ശേഷം ഓറഞ്ച് നൂല് 4 ഇഴ നൂലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത സ്റ്റിച്ചിൽ കൂടി താഴേക്ക് നൂല് കൊണ്ടുവന്നതിന് ശേഷം കഴിഞ്ഞ സ്റ്റിച്ചിൽ കൂടി മുകളിലോട്ട് കൊണ്ടുപോകണം. വീണ്ടും അതേപോലെ തന്നെ അടുത്ത സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂല് താഴേക്കാണ് കൊണ്ടുവരേണ്ടുന്നത്. നമ്മൾക്ക് പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റിയ സ്റ്റിച്ചാണ്. ലീഫ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ റണ്ണിങ് സ്റ്റിച്ച് യെല്ലോ നൂല് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഡാർക്ക് ഗ്രീൻ നൂലാണ് ലൂപ്ഡ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്ത് റണ്ണിങ് സ്റ്റിച്ച് മാത്രമാണ് ചെയ്തിരിക്കുന്നത്, 2 കളർ നൂല് ഉപയോഗിച്ച് തന്നെ.
അപ്പോൾ നൂല് സൂചിയുടെ അടിയിൽ തന്നെ ആയിരിക്കണം. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് സെൻറ്ററിൽ നമ്മൾക്ക് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചാണ് ചെയ്യേണ്ടുന്നത്. സൂചിയിൽ 2 തവണ നൂല് ചുറ്റിയതിന് ശേഷം നമ്മൾ നൂലെടുത്ത് അതിൻ്റെ അടുത്ത് തന്നെ കുത്തി നൂല് താഴേക്ക് കൊണ്ടുവരണം. വീണ്ടും ഞാൻ നൂലിൽ 2 പ്രാവശ്യമേ സൂചിയിൽ നൂല് ചുറ്റുന്നുള്ളൂ. 2 പ്രാവശ്യം നൂല് ചുറ്റിയതിന് ശേഷം ഇപ്പോൾ നമ്മൾ ആ നൂല് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഒന്ന് പിടിച്ചേക്കണം. ശേഷം നമ്മളത് നൂല് സൂചി കുത്തിയതിന് ശേഷമേ വിടാവുള്ളൂ. ഇത് 4 നൂലാണ് എടുത്തിരിക്കുന്നത് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ചെയ്യാനും. അപ്പോൾ ഇത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.